പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിൻപ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കെമിസ്ട്രി 2ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെല്ലാവരും പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ 1 മുതൽ 20 അല്ലെങ്കിൽ 30 എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരെ നമുക്ക് പറയാനുണ്ട്, ക്രോമിയം അതുപോലെ കൊബാൾട്ട്. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ക്രോമിയം അറ്റോമിക് നമ്പർ 24, ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് എഴുതി നോക്കണം. 1s2, 2s2, 2p6, 3s2, 3p6. ഇനി എന്ത് വരും? 3p6 കഴിഞ്ഞിട്ട് 4s2 എത്രയായി? 2, 4, 10, 12, 18, 20. ഇയാളുടെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ 24 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണ്? 20 കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? 3Dയിലോട്ടാണ് പോകുന്നത്. അപ്പം എന്ത് വരും? 3D4 ആണ് വരുന്നത് ആക്ച്വലി. പക്ഷേ ഇയാളുടെ കേസിൽ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം ഡി എന്ന സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതുപോലെ ഇയാളുടെ പകുതി എന്ന് പറഞ്ഞാൽ D5 ആണ്. ഈ 2 കേസിൽ, അതായത് പാർഷ്യലി ഓർ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ, അതായത് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞതോ ആയ ഡി സബ്ഷെല്ലുകൾക്ക് എന്തിനു കഴിയും? കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4sലുള്ള ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കാൻ പറ്റും? 3D സബ്ഷെല്ലുകൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് നമുക്ക് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളത് പറയാം. ശ്രദ്ധിക്കാം. ഇയാൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഈ 4sലുള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് എങ്ങോട്ട് കൊടുക്കാൻ പറ്റും? 3Dയിലോട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇയാളുടെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6, 3D. അതായത് മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം എഴുതാം. ഷെല്ലിന്റെ ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? 4sലുള്ള ഒരു ഇലക്ട്രോണിനെ ഇയാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 3D5 എന്ത് വരും? 4s1. ഇതാണ് ഇയാളുടെ എന്ത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നമുക്ക് എണ്ണി നോക്കാം. 2 + 2, 4 + 6, 10, 12, 18, 23 പ്ലസ് എന്ത് വരും? 24. ഇതാണ് ഇയാളുടെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയം അറ്റോമിക് നമ്പർ 24. നെക്സ്റ്റ് വൺ, കോപ്പർ അറ്റോമിക് നമ്പർ 29. അതായത് കോപ്പർ അറ്റോമിക് നമ്പർ 29ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2, 2s2, 2p6, 3s2, 3p6. ആദ്യം എങ്ങനെ എഴുതാം? 4s2 എന്ത് വരും? ഇതുവരെ 20 ആയി. ഇനി എത്ര വേണം? 9. അപ്പം എന്ത് വരും? 3D9 എന്നെഴുതി. ഞാൻ പറഞ്ഞേണ്ട എന്ത്? D5 അല്ലെങ്കിൽ D10 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ആറ്റം മോർ സ്റ്റേബിൾ ആണ്, ഹൈ സ്റ്റെബിലിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 4s, അതായത് ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലായ 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? 3D സബ്ഷെല്ലിന് കൊടുക്കും. അങ്ങനെ ഇയാൾ എന്താവും? 3D10 ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2, 2s2, 2p6, 3s2, 3p6. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്നർ ഷെല്ല്, അതായത് ഉള്ളിലുള്ള ഷെല്ലിൽ എന്തായി? 3D10, 4s1. ഇത് രണ്ടും എന്താണ്? ഇയാളെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. അതുപോലെ ഇയാൾ ഇതാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ ജനറൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഓർ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ, അതായത് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞതോ ആയ ഡി സബ്ഷെല്ലുകൾക്ക് കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഓരോ എലമെന്റ്സിന്റെയും അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു.
നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ നമുക്ക് എന്ത് ചെയ്താം, ചുരുക്കിയിട്ട് എഴുതാം. അതായത് ലളിതമായ രൂപത്തിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നോബിൾ ഗ്യാസ്, അതായത് അവസാന ഗ്രൂപ്പ് എലമെന്റ്സ്, അതായത് ഏതൊക്കെയാണ് എലമെന്റ്സ് നോബിൾ ഗ്യാസ്? ഹീലിയം അറ്റോമിക് നമ്പർ 2, നിയോൺ അറ്റോമിക് നമ്പർ 10, ആർഗൺ അറ്റോമിക് നമ്പർ 18, ക്രിപ്റ്റോൺ അറ്റോമിക് നമ്പർ 36, സിനോൺ അറ്റോമിക് നമ്പർ 54. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത് എന്ന് വെച്ചാൽ ബൈ ദ ഹെൽപ്പ് ഓഫ് നോബിൾ ഗ്യാസ്, അതായത് നോബിൾ ഗ്യാസിന്റെ സഹായത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ എലമെന്റ്സിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ചുരുക്കി എഴുതുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹീലിയം അറ്റോമിക് നമ്പർ 2, ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 വരും. നെക്സ്റ്റ് വൺ, നിയോൺ അറ്റോമിക് നമ്പർ 10, ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും, 1s2 2s2 2p6. ആർഗൺ 1s2 2s2 2p6 3s2 3p6. അപ്പോൾ ഇയാളെ നമ്മൾ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇയാളുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ സിമ്പിൾസ് ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലളിതമായ രൂപത്തിൽ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കഴിയും. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ 8 ഇയാളുടെ മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതെന്ന് പരിശോധിക്കാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8ന്റെ മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഹീലിയം അല്ലേ, അറ്റോമിക് നമ്പർ 2. അപ്പൊ നമ്മൾ ഇയാൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞു. അപ്പോ ഇതുവരെ എന്തായി, 1s2 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര ഇലക്ട്രോൺസ് വേണം, 6 ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ 1s2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും, 2s2 2p 2p4. അപ്പോ ഇതുവരെ 2 ആയി, 4 എന്തായി, 8 ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിൾ, മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഈ 12ന് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഹീലിയം ആണോ, അല്ല, നിയോൺ അറ്റോമിക് നമ്പർ 10. അപ്പൊ നമുക്ക് 10 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. അതായത് ഈ നോബിൾ ഗ്യാസിന്റെ പ്രതീകം നമ്മൾ അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ 10 വരെയുള്ള, അതായത് 2p6 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2p6 കഴിഞ്ഞിട്ട് ഇനി എത്ര ഇലക്ട്രോൺ വേണം, 2 ഇലക്ട്രോൺ വേണം. അതാ എങ്ങോട്ടാ പോകുന്നത്, 3s2. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തത് ആർഗൺ. ആർഗൺ ഉപയോഗിച്ച് ഒന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഏത് നമ്മൾ എക്സാമ്പിൾ എടുക്കാം, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്കാൻഡിയം എടുക്കാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. അറ്റോമിക് നമ്പർ 21 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫസ്റ്റ് ആർഗൺ എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ് ഇവിടെ ഫില്ലായി. ഇനി 3p6 കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം, 3p6 കഴിഞ്ഞാൽ 4s2 3d1 എന്നെഴുതാം. 4s2 3p6 കഴിഞ്ഞിട്ട് 4s2 3d1 എന്നെഴുതാം. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 3d1 4s2. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നോബിൾ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചുരുക്കി എഴുതാൻ പറ്റുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുള്ളത്. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ബ്ലോക്ക്. നമുക്ക് ജനറൽ ആയിട്ട് അറിയാം 4 ബ്ലോക്ക് ഉണ്ടെന്നറിയാം. എസ്, പി, ഡി, എഫ് എന്നീ ബ്ലോക്കുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, ദി സബ് ഷെൽ ടു വിച്ച് ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്, അതായത് അവസാന ഇലക്ട്രോൺ ആഡ് ചെയ്തത് ഏത് സബ് ഷെല്ലിലാണോ, അതായത് അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ് ഷെൽ ഏതാണോ അതായിരിക്കും അയാളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമ്പിളിലൂടെ കടന്നു പോവാം. ഇവിടെ നോക്ക്, ഫസ്റ്റ് വൺ ലിഥിയം അറ്റോമിക് നമ്പർ 3. ഇയാളുടെ ബ്ലോക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ, ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി നോക്കാം.
1s2 2s1. അതായത് ഇയാളുടെ അറ്റോമിക് നമ്പർ 3 ആണ്. അതായത് ഇയാളുടെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പൊ എന്ത് വരും? 1s2 2s1. അതായത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് ഏത് സബ്ഷെല്ലിലാണോ, അതായത് ഇവിടെ ഫില്ല് ചെയ്തത് 2s ആണ്. അപ്പോൾ എസ് സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്തുള്ളത്. അതുകൊണ്ട് ലിഥിയം എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ലിഥിയം എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ മെഗ്നീഷ്യം. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്ത് വരും? 1s2 2s2 2p6 3s2. അപ്പോൾ ഈ ഒരു കേസിലും അവസാനം ഇലക്ട്രോൺ എൻട്രി ചെയ്തുള്ള സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ആരാണ്? എസ് ആണ്. അപ്പോൾ ഇയാൾ എന്തായിരിക്കും? എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ, അലൂമിനിയം അറ്റോമിക് നമ്പർ 13. അലൂമിനിയം അറ്റോമിക് നമ്പർ 13. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2s2 2p6 3s2 3p1. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്തിട്ടുള്ള സബ്ഷെൽ എന്ന് പറഞ്ഞാൽ പി സബ്ഷെല്ലാണ്. അപ്പൊ ഇയാൾ എന്തായിരിക്കും? അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഒരു പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് മാംഗനീസ് അറ്റോമിക് നമ്പർ 25. മാംഗനീസ് അറ്റോമിക് നമ്പർ 25. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2 2s2 2p6 3s2 3p6 എന്ത് വരും? 3p6 4s2 3d5. അപ്പോൾ അവസാനം ഇലക്ട്രോൺ എൻട്രി ചെയ്തിട്ടുള്ള സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 3d ആണ്. ഇയാൾ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? 3d5 4s2 എന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതിയാലും അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ 3d ആയതിനാൽ ഇയാൾ ഏത് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ എഫ് സബ്ഷെൽ ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും? എഫ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഇവിടെ ഞാനൊരു ചെറിയ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ നോക്ക്, ഇയാളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 4s സബ്ഷെൽ, ഇതാണ് ഏറ്റവും അവസാന സബ്ഷെല്ല്. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ആദ്യം എവിടെയാണ്? 4s എന്ന സബ്ഷെല്ലിൽ ഫില്ല് ചെയ്തിട്ടേ എങ്ങോട്ട് പോകുന്നുള്ളൂ? അവസാന സബ്ഷെല്ലിന്റെ ഉള്ളിലുള്ള സബ്ഷെല്ലിലോട്ട് പോകുന്നുള്ളൂ. ഏതിലോട്ട്? 3d സബ്ഷെല്ലിലോട്ട്. അതുകൊണ്ട് ഈ സബ്ഷെല്ലിനെ അല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പെനൽറ്റിമേറ്റ് ഷെൽ. അതായത് അവസാന ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിനാണ് ഇവിടെ ഇലക്ട്രോൺ ക്രമീകരണം അല്ലെങ്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതിനാൽ ഇയാളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് പീരീഡ് എന്ന് പറയാം. അതായത് ഒരു എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. ബെറിലിയം അറ്റോമിക് നമ്പർ 4. ബെറിലിയം അറ്റോമിക് നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2 2s2. പീരീഡ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഷെൽ നമ്പർ ഓർ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ, അതായത് ബാഹ്യതമ ഷെൽ അല്ലെങ്കിൽ അവസാന ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? 2 ആണ്. അവസാന ഷെൽ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് എന്ത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നെക്സ്റ്റ് വൺ, അലൂമിനിയം അറ്റോമിക് നമ്പർ 13. അലൂമിനിയം അറ്റോമിക് നമ്പർ 13 പറഞ്ഞാൽ ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2 2s2 2p6 3s2 3p1. ഇതിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3p അല്ലേ? അപ്പോൾ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ആയതുകൊണ്ട് ഇയാളുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇയാൾ അലൂമിനിയം എന്ന എലമെന്റ് 3ാമത്തെ പീരീഡിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ക്രോമിയം അറ്റോമിക് നമ്പർ 24. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 3d5
4s1. ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? 4 അല്ലേ? അപ്പോൾ ക്രോമിയം എന്ന് പറയുന്ന എലമെന്റ് 4ാമത്തെ പീരീഡ്, 4th പീരീഡ് എലമെന്റ് ആണ്. അപ്പോൾ ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് എന്ത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ് മറക്കരുത്. അറ്റോമിക് നമ്പർ 24 ആയ ക്രോമിയത്തിൻ്റെയും അറ്റോമിക് നമ്പർ 29 ആയ കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് D5ഉം D10ഉം നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞുള്ളത് നോബിൾ ഗ്യാസ് ഉപയോഗിച്ച്, ഉത്കൃഷ്ട വാതകങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ചുരുക്കി എഴുതാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുള്ളത്. പിന്നെ അതുപോലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എഴുതി കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു, അതേപോലെ ഏത് പീരീഡാണ്, ഏത് ബ്ലോക്കാണ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞുള്ളത്. ഏതായാലും ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടാം. താങ്ക് യു എവരിവൺ.